ഹായ് എവരി വൺ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോർഡ് മാസ് റൂളാണ്. അതിൻ്റെ പ്രത്യേകതയാണ് കുഞ്ഞു ക്ലാസ്സിലെ പഠിപ്പിക്കുന്നതാണ്. ഡി മാസ് റൂളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ എല്ലാവരും അത് ചെയ്യുന്ന മെത്തേഡിലല്ല ചെയ്യുന്നത്, കിട്ടുന്ന ഓർഡറിന് അങ്ങ് ചെയ്യും. ആദ്യം 65 + 4 69, 69 × 10 ÷ 2 അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനൊരു റൂളുണ്ട്. ഇന്നതായി ആദ്യം ചെയ്യാവൂ എന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ ആദ്യം അതെന്താണെന്ന് നോക്കാം. ബോർഡ് മാസ് റൂളിൻ്റെ ഓരോ ലെറ്ററിനും ഓരോ പ്രത്യേകതയുണ്ട്. ചെയ്യുന്ന ഓർഡറിനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ആദ്യം നമ്മൾ മാറ്റുക. ദെൻ ഒ എന്ന് പറയുന്നത് ഓഫ്, ബ്രാക്കറ്റ് ഓഫ് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ദെൻ ഡി എന്ന് പറയുന്നത് ഡിവിഷനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് സൂചിപ്പിക്കുന്നത്. എ എന്ന് പറയുന്നത് അഡീഷൻ, എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഈ ഓർഡറിന് മാത്രമേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാവൂ. ബോർഡ് മാസ് അത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണം, ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ഡി മാസ് റൂള് കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഡി മാസ് റൂള് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഈ ഓർഡറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോബ്ലം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം 65 + 4 × 10 ÷ 2 മൈനസ്, ഇത് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 7 + 3 10 ഓഫ് 6. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു പോകാം. അടുത്തത് ഓഫാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട സംഭവം. ഓഫ് എന്ന് പറയുന്നത് പ്രോഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അതുപോലെ എഴുതാം. 65 + 4 × 10 ÷ 2 മൈനസ് 10 ഓഫ് 6, 10 × 6. ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അടുത്തത് ഡിവിഷനാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓഫ് ചെയ്തു. അടുത്തത് ഡിവിഷനാണ് നമ്മുടെ ഇത്. 65 + 4 × ഇവിടെയാണ് ഡിവിഷൻ അല്ലേ. 10 ÷ 2 ദാറ്റ് ഈസ് 5 മൈനസ് 10 × 6. അപ്പോൾ നമ്മൾ ഡിവിഷൻ വരെ ആയി അല്ലേ. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 65 എന്താണ് 4 × 5 20 മൈനസ് 10 × 6. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. 10 × 6 60. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനായി. ഇനി എന്താണ് ഇവിടെ അഡിഷനാണ് അടുത്തത് ചെയ്യേണ്ടത്. അഡിഷൻ എന്താണ് 65 + 20 ദാറ്റ് ഈസ് 85. അടുത്തത് അഡിഷനാണ് വരുന്നത്. 65 + 20 80 മൈനസ് 60. അപ്പോൾ അഡിഷൻ കഴിഞ്ഞു. അടുത്തതാണ് സബ്ട്രാക്ഷൻ. 85 - 60 എന്ന് പറയുന്നത് 25. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 25 ആണ്. അപ്പോൾ പലരും ചെയ്യുമ്പോൾ പല ആൻസർ ആയിരിക്കും കിട്ടുന്നത്, കാരണം പല മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. 64+ ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. പിന്നെ കിട്ടുന്ന ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാം നമുക്ക് പല ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്, ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്തിട്ടേ നമ്മൾ ചെയ്യാവൂ. ഇൻ കേസ് ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇല്ലാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് പോട്ടെ. അടുത്തത് ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഓഫും ഇല്ലെങ്കിൽ ആദ്യം ഡിവിഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അഡീഷനാണ് ചെയ്യേണ്ടത്. ഇൻ കേസ് അഡീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഈസി അല്ലേ? അപ്പോൾ അടുത്ത ഒരു ഷോർട്ട് കട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.